വീണ്ടും കർഷകദ്രോഹ നടപടിയുമായി സംസ്ഥാന സർക്കാർ കൃഷി ആവശ്യങ്ങൾക്ക് സൗജന്യമായി അനുവദിച്ചിരുന്ന വൈദ്യുതി ഫീസ് അടയ്ക്കാൻ കെഎസ്ഇബി കർഷകർക്ക് നോട്ടീസ് അയച്ചു. കൃഷി വകുപ്പ് കെഎസ്ഇബിക്ക് നൽകേണ്ട തുക കുടിശ്ശിക വരുത്തിയതോടെയാണ് വില കർഷകരിൽ നിന്നും ഈടാക്കാൻ ശ്രമിക്കുന്നത്. 186.53 കോടി രൂപയാണ് കൃഷി വകുപ്പ് കെഎസ്ഇബിക്ക് നൽകാനുള്ളത്. കഴിഞ്ഞ 2 പതിറ്റാണ്ടിലേറെ കാലമായി സംസ്ഥാനത്ത് കൃഷി ആവശ്യങ്ങൾക്ക് സൗജന്യ വൈദ്യുതി നൽകാൻ തുടങ്ങിയിട്ട് ജലസേചനത്തിന് ഉൾപ്പെടെ കർഷകർ ഉപയോഗിക്കുന്ന വൈദ്യുതി തുക കൃഷി വകുപ്പാണ് കെഎസ്ഇബിക്ക് നൽകിയിരുന്നത്. എന്നാൽ ഈ തുക കൃത്യമായി അടയ്ക്കുന്നതിൽ കൃഷി വകുപ്പ് വലിയ കുടിശ്ശിക വരുത്തിയതോടെ തുക കർഷകരിൽ നിന്ന് തന്നെ ഈടാക്കാൻ തീരുമാനിച്ചിരിക്കുകയാണ് കെഎസ്ഇബി. 186.53 കോടി രൂപ കൃഷി വകുപ്പ് കെഎസ്ഇബിക്ക് നൽകാനുണ്ട്. അതുകൊണ്ട് തന്നെ നിലവിൽ കെഎസ്ഇബി നേരിട്ടാണ് കർഷകർക്ക് നോട്ടീസ് അയച്ചിരിക്കുന്നത്. പണമടച്ചില്ലെങ്കിൽ വൈദ്യുതി വിച്ഛേദിക്കുമെന്ന് ഭീഷണിപ്പെടുത്തിയതായും കർഷകർ പറയുന്നു. കൃഷിക്കാരൻ ജീവിക്കാൻ മാർഗമില്ലാതെ തെണ്ടി നടക്കുന്ന സാഹചര്യത്തിലാണ് ഷോക്ക് പോലെ 2 ദിവസം മുമ്പ് കൃഷിക്കാരുടെ പേരിൽ നോട്ടീസ് പോയിട്ടുള്ളത്. അപ്പോൾ കുടിശ്ശിക വളരെ കൂടിയ കാരണം 188 കോടി ഉറുപ്പിക കൃഷി വകുപ്പ് കുടിശ്ശികയാക്കി വൈദ്യുതി വകുപ്പിന് കൊടുക്കാൻ. ആ ഒറ്റ കാരണം കൊണ്ടാണ് വൈദ്യുതി വകുപ്പ് കർഷകരെ പിടിക്കാൻ ശ്രമിച്ചത്. അപ്പോൾ കൃഷിക്കാരെ എല്ലാ തരത്തിലും, ഒരു മന്ത്രിക്കാണെങ്കിൽ നെൽകൃഷി ഇവിടെ വേണ്ട, അത് തമിഴ്നാട്ടിൽ മതി. അപ്പോൾ അവർക്ക് നെല്ല് വേണ്ട, കർഷകൻ വേണ്ട, നെൽകൃഷി വേണ്ട, അരി മതി. സംസ്ഥാനത്ത് 2,58,796 കർഷകർക്കാണ് സൗജന്യ വൈദ്യുതി കണക്ഷൻ ഉള്ളത്. ഇതിൽ കൂടുതൽ ഉപയോക്താക്കളുള്ള പാലക്കാട് ജില്ലയിൽ മാത്രം 50 കോടി രൂപയാണ് കുടിശ്ശിക. 25,000 രൂപ വരെയാണ് പല കർഷകരുടെയും കുടിശ്ശിക തുക. ചിലരൊക്കെ ഫ്യൂസ് ഊരിയാലോ എന്ന് ഭയന്ന് പണമടച്ചിട്ടുണ്ട്. അതേസമയം ഫീസ് ഈടാക്കാനുള്ള നടപടിയിൽ നിന്ന് പിന്മാറാൻ വൈദ്യുതി വകുപ്പിനോട് ആവശ്യപ്പെട്ടിട്ടുണ്ട് എന്ന് മാത്രമാണ് വിഷയത്തിൽ കൃഷിമന്ത്രിയുടെ പ്രതികരണം. ജനം, പാലക്കാട്.